അതിൽ കുടുംബത്തില്ല 2 മെമ്പർമാരുണ്ടല്ലോ. പ്രാവശ്യം മത്സരിക്കണ്ടോ? മത്സരിക്കാനൊന്നും ഞാനില്ല, മതിയായിക്കണം. അതിപ്പോ എന്തേ 2 ആളും മത്സരിക്കണില്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു 8000 ഉറുപ്പ്യാണ് അവിടുന്ന് ശമ്പളം കിട്ടുക. അതിന് എന്തെല്ലാം പണിയെടുക്കണം എന്നറിയാം. ഒരു പൂച്ച ചത്ത നമ്മൾ പോകണം, കുഞ്ഞ് അഥവാ ഒരു നായി കിണറ്റ് ചാടി അതിനും നമ്മൾ പോകണം. ഞമ്മക്ക് കുറേ പൈസക്ക് ചെലവാ, എങ്ങനെ നോക്കിയാലും നഷ്ടാ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ പെരീത്ത് ഒരു പരിപാടി നടക്കില്ല. നാട്ടുകാർക്കും വേണ്ടി ഇങ്ങനെ നടക്കന്നെ സംഭവം. നമ്മളെ മെമ്പർ ആയതൊക്കെ അതിനൊക്കെ തന്നെ ആണെങ്കിലും നമ്മൾ ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് നമ്മളാണ് തീരുമാനിച്ചു ഇക്കൊല്ലം എന്തില്ല, ഇക്കൊല്ലെന്നില്ല, ഇനി ജീവിതത്തിൽ മെമ്പർ ആവാൻ നമ്മളില്ല അല്ലേ അണ്ണി? ലോകത്ത് ഞാൻ എന്തായാലും മെമ്പർ ആഞ്ഞ നമ്മളില്ല. അതാ ഞങ്ങൾ തീരുമാനിച്ചതാ, ഈ ലോകത്ത് ഞങ്ങൾ മെമ്പർ ആവൂല മക്കളെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുതിയ ആളുകൾ മത്സരിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. അല്ല പ്രസിഡന്റ്, അതിപ്പോ എന്തിനാ പുതിയ ആൾക്കാരെ വെച്ച് മത്സരിപ്പിക്കണേ? 10-15 കൊല്ലം മത്സരിച്ച് പരിചയം ഇന്നെ പോലത്തെ ആൾക്കാർ വിടല്ലേ? അതിന് പൊന്നാരന്റെ മെമ്പറെ, ഇങ്ങളെ വാർഡ് ഇപ്പൊ വനിതാ വാർഡല്ലേ? ഞാനിപ്പോ നിന്ന വാർഡന്നെ വേണമെന്നില്ലല്ലോ. തൊട്ടങ്ങേപ്പുറത്ത് 9-ാം വാർഡില്ലേ, 9-ാം വാർഡിൽ എനിക്ക് മത്സരിച്ചാലോ? 9-ാം വാർഡിൽ പിന്നെ ഞാൻ എന്താ ഇളക്കാ? പ്രസിഡന്റ് ഓനെ അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറയും. 9-ാം വാർഡിൽ ഞാൻ തന്നെ മത്സരിക്കും. അല്ല, കാലാകാലം നിങ്ങൾക്ക് 2 മാത്രം ഇവിടെ മത്സരിച്ചാൽ മതിയാ. പുതിയ ആൾക്കാർക്കൊന്നും ഇവിടെ അവസരം വേണ്ടേ? നമ്മൾ എന്നും ഈ കൊടിയും ബാനറും മാത്രം ഇങ്ങനെ കെട്ടി നടന്നാൽ മതിയാ. പുതിയ ആൾക്കാർക്ക് ഇവിടെ ഒരു അവസരം വേണ്ട. തൽക്കാലം നിങ്ങൾ പ്രസിഡന്റ് പറഞ്ഞു കേൾക്കി ഇങ്ങോട്ട് ഇരിക്കും. തൽക്കാലം പാർട്ടിയിലെ സീനിയേഴ്സിനെ ഇരുത്താൻ മാത്രം ഒന്നും ചായിട്ടില്ല, അവിടെ ഇരിക്കേ. നമ്മൾ പ്രസിഡന്റ് പറയല്ലോ, പ്രസിഡന്റ് തീരുമാനം പറയും. അടങ്ങിയിരിക്കും, നമുക്കൊരു തീരുമാനമാക്കല്ലേ? അത് തീരുമാനാക്കാനൊന്നുമില്ല. എന്റെ വാർഡിൽ ഞാൻ തന്നെ മത്സരിക്കും. അവിടേക്ക് ഒരു സുജായും വരണ്ട. അല്ല, അതിപ്പോ ഇതൊറ്റക്കാൻ തീരുമാനിച്ചാൽ മതിയോ? അത് തീരുമാനിച്ചാലല്ലേ ഇവിടെ യോഗം കൂടിയത്. എല്ലാവരും കൂടി ചർച്ച ചെയ്ത് കണ്ടാൽ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചാൽ ഞാൻ മത്സരിച്ചും ചെയ്യും. ആരാ ഞാൻ ആരാന്നുള്ളേ ഇതിന്റെ വാർഡിക്കൊന്നാണ്ട് വന്നോക്കെ. ഒന്ന് പോടോ ചെങ്ങായോടനെ. മെമ്പറെ വെറുതെ എടോ പോടോന്നൊന്നും വിളിച്ചണ്ട. ഞാൻ അവിടെ 9-ാം വാർഡിൽ മത്സരിച്ചാൽ തീരുമാനിച്ചിക്കണെങ്കിലേ ഞാൻ തന്നെയാണ് മത്സരിച്ചു. കഴിഞ്ഞ കൊല്ലം ഞാനാ എന്നെ അവിടെ ജയിപ്പിച്ചോളെ. ഇവരുണ്ട് എന്റെ അടുത്ത്. എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ചില തോൽപ്പിച്ചു. ഞാൻ വിചാരിച്ചില്ലെങ്കിൽ അവിടെ നിൽക്കും ചെങ്ങായി. ജയിപ്പിച്ചിക്കണെങ്കിൽ എന്ത് പണി എന്താ വിചാരിച്ചേ? തോൽപ്പിച്ചിട്ടേ ഞാൻ അറിവുള്ളൂ.